എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ ഉള്ള അറിവുകൾ വളരെ പരിമിതമായിട്ടുള്ള അറിവുകളല്ലേ. അപ്പോൾ അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കുക എന്നല്ലേ പറയുന്നത്. അപ്പോൾ അറിവുള്ള ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏറിലൊക്കെ ആയതാണ്. ഞാൻ സ്വയം ഷണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു അധ്യാപകനും ഡോക്ടറേറ്റൊക്കെ എടുത്ത ഒരു പുള്ളിക്കാരനാണ് അദ്ദേഹം. അങ്ങനെ ഇരുന്നിട്ട് ഓരോരോ വാർത്തകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ അങ്ങ് ഞെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ എടുത്ത് നമ്മൾ വിമർശിക്കുമ്പോൾ പുള്ളിക്കാരൻ നമുക്ക് സ്ട്രൈക്ക് എന്ന് നമ്മളെ ഒരു മൂലയ്ക്കിരുത്തും. എന്തായാലും അതുകൊണ്ട് ഞാൻ എന്തായാലും പുള്ളിക്കാരനെ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവാം. ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്രയും വലിയ അറിവുകളൊന്നുമില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്ന അറിവുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. പിന്നെ ഇതിൽ എവിടെയെങ്കിലും വിമർശിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ, അറിവില്ലെങ്കിലും പൊട്ടത്തിയാണെങ്കിലും ഞാൻ എൻ്റേതായുള്ള രീതിയിൽ വിമർശിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സാർ ദയവ് ചെയ്ത് കേട്ടിട്ട് എനിക്ക് സ്ട്രൈക്ക് തരാനൊന്നും വന്നേക്കരുത്. വിമർശനങ്ങളൊക്കെ ജീവിതത്തിലുള്ളതല്ലേ, എപ്പോഴും ഒരാളെ സുഖിപ്പിച്ച് മാത്രം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വിമർശനങ്ങൾ നേർക്ക് നേരെ വരുമ്പോൾ മറ്റൊരാളെ സ്ട്രൈക്ക് കൊടുത്ത് മൂലയ്ക്ക് ഇരുത്താനല്ല ചെയ്യേണ്ടത്. നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ വിമർശനങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എത്രയൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ കൂടെ പോയാലും വിമർശനങ്ങൾ വരാനുള്ളത് വരും. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു രീതിയിൽ കാണുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താലും എനിക്കെതിരെ വിമർശനങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ട്. ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഒരാൾ മാത്രമേ വിമർശനങ്ങളുമായിട്ട് വരുന്നുള്ളൂ. എന്തായാലും അവർ എന്ന് പറഞ്ഞാൽ വരുന്നുവെങ്കിലും ഞാനിപ്പോൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവരുടെ വീഡിയോകളൊന്നും കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കുന്നു കൂടിയില്ല. അവർ വിമർശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ്. അപാര കൃഷ്ണഭക്തയാണ് അത്. അപാര കൃഷ്ണഭക്ത എന്ന് വെച്ചാൽ അപാര കൃഷ്ണഭക്ത. അവരാണ് എനിക്കെതിരെ വിമർശനങ്ങളുമായിട്ട് വരുന്നത്. ഞാൻ അവരെ തീരെ മൈൻഡ് ചെയ്യാറില്ല എന്ന് മാത്രമല്ല, ഞാൻ അവരുടെ വീഡിയോകളോ അല്ലെങ്കിൽ അവരുടെ ചാനലിനകത്ത് കയറിയിട്ട് അവരെന്ത് ചെയ്യുന്നു, എനിക്കെതിരെ വീഡിയോ ഇടുന്നുണ്ടോ എന്ന് പോലും ഞാൻ നോക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല. അവരെന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ പറഞ്ഞു വെച്ചിട്ട് പോട്ടെ എന്ന് ചിന്തിക്കും. അത്രയേ ഉള്ളൂ. ഞാനും കൂടി വന്നിട്ട് അവരുടെ ചാനലിനെ വാച്ച് ചെയ്തിട്ട് അവർക്ക് എന്തിനാണ് വ്യൂസ് നേടിക്കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. അയ്യോ, പരസ്യമാണേ, പരസ്യം ഇപ്പോൾ പോകും. നമ്മളുടെ അമേരിക്കയിൽ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആണ് അല്ലെങ്കിൽ പെണ്ണ്, അതായത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി അങ്ങനെ ആക്കി മാറ്റുന്നു. രണ്ട് ഇത് മാത്രമേ പറ്റുള്ളൂ, ട്രാൻസ്ജെൻഡേഴ്സിനെ ഇനി അനുവദിക്കില്ല എന്നൊരു നിയമം അവർ ഓൾറെഡി അത് നിയമമാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സാറ് മുൻപും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായി പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറയുന്ന പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാണിക്കലും തെറ്റിദ്ധരിക്കലുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച ട്രംപിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് എന്റെ മനസ്സിനകത്തേക്ക് ഓടി വന്നു. എന്നാലും ഈ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാം. നമ്മുടെ രാജ്യമാണ്, എന്ന് പറഞ്ഞാൽ ഭാരതമാണ്, ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന 3 കാറ്റഗറിക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് അറിവില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തരംതിരിവുള്ളത് എന്നുള്ള കാര്യം. ഇനി ബാക്കി കേൾക്കാം. മറ്റു രാജ്യക്കാരെല്ലാം അവരെ എനിക്ക് തോന്നുന്നു ഫീമെയിൽസിന്റെ കൂടെയാണ് ചേർത്തിട്ടുള്ളതെന്നാണ്, സ്ത്രീ ഗണത്തിലാണ് ചേർത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന പല പല ഗുണങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതായ തരത്തിലുള്ള പല ഗുണങ്ങളും ചിലപ്പം ഇവർക്ക് കിട്ടാതായി പോകാം. ഇവരെ ഞാൻ ബയോളജി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അങ്ങനെയാണ് പറയുന്നത്, പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഇത് 3ാമത്തെ കാറ്റഗറിയാണ്. അവരെ പ്രത്യേകമായ അർഹതയും പരിഗണനയും കൊടുത്ത് തന്നെ കാണണം. മനസ്സിലായോ? കാരണം പുരുഷന്മാർക്ക്
അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കാറ്റഗറിയിൽ ചെയ്യുന്ന പല ജോലികൾ അല്ലെങ്കിൽ പല പൊസിഷൻസ് പറയുമ്പോൾ ഇവരുടെ പല പല ലിമിറ്റേഷൻ കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ചില കണ്ണുകൾ കൊണ്ട് ഇവർക്ക് അതൊന്നും കിട്ടിയെന്ന് വരണമെന്നില്ല. ഇപ്പൊ പലയിടത്തും ജോലി ചെയ്തിരുന്ന എന്നെ ഒത്തിരി ട്രാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ വന്നവരൊക്കെ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ഞാനും ഇപ്പൊ അവരോടൊപ്പമാണ്. അവർക്കിപ്പോ സത്യങ്ങൾ മനസ്സിലായി. ഞാനെപ്പോഴും അവരെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബയോളജി ശാസ്ത്രപ്രകാരം ക്രോമസോമിന്റെ ജെനറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്രോമസോമിലേക്കുള്ള വിഭജനം വരുമ്പോൾ ഓട്ടോപ്ലോയിഡി, അനിയോപ്ലോയിഡി, യൂപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞു വന്ന് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്, അതുപോലെ തന്നെ ക്രോമസോം നമ്പർ കുറയുമ്പോൾ അനിയോപ്ലോയിഡിയുടെ കാര്യത്തിൽ വരുമ്പോൾ ട്രൈസോമി, മോണോസോമി, തലവരിക്കുന്നു കേട്ടിട്ട്. ഒരു കാര്യം മനസ്സിലാക്കി തരാം. പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീ എന്ന നോർമൽ എന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ വാക്കും പറഞ്ഞുകൊണ്ട് വരും. ഹ്യൂമൻ ബീയിങ്, ഇംഗ്ലീഷ് പറയാം, ഹ്യൂമൻ ബീയിങ് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. ഈ 46 ഒരു നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിലുള്ള കാറ്റഗറിക്കാരെ പറയും ട്രാൻസ്ജെൻഡർ എന്ന് പറയും. ഒരു ക്രോമസോം കൂടിയാലും ട്രാൻസ്ജെൻഡർ ഗണത്തിലേക്കാണ് വരുന്നത്. ഈ 46 45 47 ആയാലും ക്ലീൻ ഫിൽറ്റർ സിൻഡ്രം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. 45 വന്നാൽ ടേണർ സിൻഡ്രം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഓരോ ഡോക്ടർമാരും ഓരോ സയന്റിസ്റ്റുമാരും കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ പേരൂടെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ക്രോമസോമിന്റെ കുറവ് അല്ലെങ്കിൽ ഒരു ക്രോമസോമിന്റെ കൂടുതൽ അത് വ്യത്യാസം തന്നെയല്ലേ അല്ലേ? അതെ. അപ്പൊ അതിനെ 3 കാറ്റഗറി ആയിട്ട് പരിഗണന കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള ജോബുകളും അവരെ പരിഗണിക്കേണ്ട കാറ്റഗറിയിലും അവരെ പരിഗണിക്കുക തന്നെ വേണ്ട സ്ഥാനത്ത് അവരെ കൂടെ ഇതിൽ തന്നെ പരിഗണിക്കുള്ളൂ എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായി? അപ്പൊ സാർ അതിനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന എല്ലാം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിച്ചു. അദ്ദേഹം 3 കല്യാണം കഴിച്ചു. ആ 3 കല്യാണത്തിലെ മക്കൾക്കും അദ്ദേഹം കൊടുത്തൊരു കോച്ചിങ് കുട്ടിക്കാലത്തെ ഉണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ പഠിക്കണം. നല്ലത് എവിടെയാലും എടുക്കണമല്ലോ. ഡോണ്ട് സ്മോക്ക്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡോണ്ട് മേക്ക്. ഈ നമ്മൾ ടാറ്റു വരയ്ക്കില്ലേ, ടാറ്റു കുത്തരുത്. ടാറ്റു തന്നെ ക്യാൻസറിന് കാര്യമാണെന്നും ഒരു റീസൺ ആണെന്നും അതിനകത്തുള്ള കെമിക്കലുകൾ കാൻസനോജൻ, ക്യാൻസർ കോസിങ് ഏജന്റ് ആണെന്നും കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ പലർക്കും ഇത് റിമൂവ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ഇതിനെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ടാറ്റു അടിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല. ദേ കഴുത്തിൽ, ഇവിടെ, കൈയാണെങ്കിൽ പിന്നെ മൊത്തം. ഇതിനൊന്നും വേദന എടുക്കുന്നത് പോലും പ്രശ്നമല്ല. പെൺകുട്ടികളാണിപ്പോൾ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതലും ടാറ്റു അടിക്കുന്നത്. എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ ഈ ബ്ലൗസൊക്കെ ഇടുമ്പോൾ കാണത്തക്ക രീതിയിലൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ദോഷം തന്നെയാണ് ശരീരത്തിന്. അത് മനസ്സിലാവാതെയാണ് ഇവർ ഈ വിഡ്ഢിത്തരങ്ങൾ മുഴുവനും കാണിച്ചു വയ്ക്കുന്നത്.